സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി. കണ്ട നിങ്ങൾ എല്ലാവരും സ്വല്ലല്ലാഹു റളിയല്ലാഹു അങ്ങനെ സിന്ദാബാദ് ഇങ്ങനെ കിട്ടും. ആ സിന്ദാബാദ് ലഭിക്കുന്ന മുഅ്മിനീങ്ങൾ അവർ അള്ളാഹുവിന്റെ മഅസൂമീങ്ങൾ എന്ന പദവിയിൽ, അള്ളാഹുവിന്റെ മഹ്ഫൂദീങ്ങൾ എന്ന പദവിയിൽ. രണ്ട് പദവിയാണ്. ഒന്ന്, ഒരു തെറ്റും കുറ്റവും വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ചിന്തയിലോ സംസാരത്തിലോ ഇടപാടിലോ ഒന്നിലും ഒരു ചെറിയ പാകപ്പിഴവ് പോലും വരാത്ത വിധം അള്ളാഹുവിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തിയിരിക്കുന്ന മഹാന്മാർ അവരാണ് നബിയുല്ലാഹി ആദം, മുഹമ്മദ് മുസ്തഫ. 100,000-ലധികം വരുന്ന മഹാന്മാർ മഅസൂമീങ്ങളായ ആളുകളാണ്. അവരിൽ നിന്ന് ദീനിനെ അടുത്ത തലമുറക്ക് പരമ്പരകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന മഹാന്മാർ അവരെ അനന്തരാവകാശികൾ, അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ അവരാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളിൽ വിവിധ പദവിയുണ്ട്. ചിലർ ഔലിയാക്കൾ എന്ന് പറയും, ചിലർ ആരിഫീങ്ങൾ എന്ന് പറയും, ചിലത് ഗൗസിയങ്ങൾ, ചിലത് കുത്തുബീങ്ങൾ എന്ന് പറയും, ചിലത് അബ്ദാലിങ്ങൾ എന്ന് പറയും, ചിലത് നുജബ എന്ന് പറയും, ചിലത് നുഖബ എന്ന് പറയും. ഏതുപോലെ അല്ലാഹു തആല ഈ ഭൂമിയുടെ ആത്മീയ ലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്റെയും നിയന്ത്രണത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തയച്ച മഹാന്മാരുടെ അനന്തരാവകാശികളാണ്. അവർക്ക് വിവിധ പദവിയുണ്ട്. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ നോക്കിയാൽ സാധാ പോലീസ് ഇൻസ്പെക്ടർമാർ, അതിന് മുകളിൽ SI, അതിന് മുകളിൽ CI, CIയുടെ മുകളിൽ DYSP, DYSPന്റെ മുകളിൽ SP, SPന്റെ മുകളിൽ DIG, DIGന്റെ മുകളിൽ IG, ഇങ്ങനെ പോകും. അത് സാധാരണഗതിയിൽ സിവിൽ സർവീസിൽ നോക്കിയാൽ നമുക്ക് വില്ലേജ് ഓഫീസർ, അതിന്റെ മുകളിൽ തഹസിൽദാർ, അതിന്റെ മുകളിൽ RDA, അതിന് മേലെ ADM, അതിന് മുകളിൽ കലക്ടർ, അങ്ങനെ പോകും. അത് ഇതേപോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അതിന്റെ ടോപ്പിൽ അവരിലുള്ള മഅസൂമീങ്ങളാണ്. ആ മഅസൂമീങ്ങളുടെ താഴെ മഹ്ഫൂദീങ്ങളായ ആളുകൾ ആരാ? അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ ഉലമാ ആണ്. ഉലമാഇന് വിവിധ പദവിയുണ്ട്. അവർ വലിയ കറാമത്തിന്റെ ഉടമകളാണ് ഉലമാക്കൾ. അങ്ങനെയുള്ള കറാമത്തുകൾ പറയുമ്പോൾ ഏറ്റവും വലിയ കറാമത്ത് എന്താ? ഒരാളെ കൊണ്ട് രോഗം ശിഫയായി, ഒരാളെ കൊണ്ട് കാണാനില്ലാത്ത കുട്ടിനെ വിളിച്ചപ്പോൾ വന്നു, ദ്വാരന്നപ്പോൾ കിട്ടി. അതൊക്കെ ചില്ലറ സംഗതികൾ ചില സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്താനുള്ളതാണ്. വഅളമുൽ കറാമാത്ത് അതേതാണ്? കമാ ഖാല ജുനൈദുൽ ബഗ്ദാദി, അഹ്ലു തരീഖത്തിന്റെ മഹാന്മാർ, ഹക്കായ അഹ്ലുകാർ, അവരൊക്കെ കറാമത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അൻ യുവഫിഖല്ലാഹുൽ അബ്ദ ലിസ്സൈരി അലാ ഹുദൂദിൽ കിതാബി വസ്സുന്നഹ്. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ച റൂട്ടിൽ ഒരു കറാഹത്ത് പോലും സംഭവിക്കാതെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മഹാന്മാർ, അതാണ് കറാമത്ത്. അവരെ ജീവിതത്തിൽ ഒരു കറാഹത്ത് സംഭവിച്ചിട്ടില്ല, അവരെ ജീവിതത്തിൽ ഒരു വേണ്ടാത്ത വാക്ക് വന്നിട്ടില്ല, അവരെ നാവിൽ നിന്ന് ഒരു വേണ്ടാത്ത വാക്ക് വന്നിട്ടില്ല. അള്ളാഹുവിന് അവർ മരിക്കുന്ന സമയത്ത് ഒരാളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കേണ്ട ഒരു വിഷയം വന്നിട്ടില്ല. നമ്മുടെ എത്ര മഹാന്മാരുണ്ട് വഫാത്തിന്റെ സമയത്ത് പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത്, പണ്ടത്തെ കാലത്തുള്ളത് മാത്രമല്ല, ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, മരിച്ചാൽ മയ്യത്തെ പള്ളിയിൽ കൊണ്ടുവച്ചിട്ടൊരു സംഗതി പറയാറ്. എന്താ പറയല്? നമ്മളെ ഈ മരണപ്പെട്ട മയ്യത്തെ നമ്മളെ നാട്ടിലെ പിലാക്കൊമ്പത്തെ ചേക്കുട്ടി എന്ന് പറയുന്ന ആളാണ്. ഇയാൾ നാട്ടിൽ കൂടെ ഈസ്റ്റ് വെസ്റ്റ് നടന്നു കഴിഞ്ഞ ആളാണ്. ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാക്കടപാടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടണം. അക്കടപാടുണ്ടെങ്കിൽ മക്കളോട് ചോദിക്കണം. എല്ലായിടത്തും കേൾക്കണത് തന്നെയാണ്. നമ്മളൊരു പള്ളിക്കെന്ന് പറയാം, ഒരു മോലിയാരിഞ്ചമാരൊരു സാധുവാ, അയാളോട് വന്നങ്ങാണ്ട് മകൻ മുഹമ്മദ് അലി പറഞ്ഞു, എൻ്റെ വാപ്പയാണ് മരിച്ചിരിക്കണത്, ഞാൻ കടമൊക്കെ ഏറ്റെടുത്തിക്കണമെന്ന് പറയണമെന്നാണ്. ഇയാൾക്കിപ്പോൾ കുട്ടികൾ പറഞ്ഞതല്ലേ കേൾക്കാൻ പറ്റും. മൂപ്പര് പറഞ്ഞു, നമ്മളെ ഈ മരിച്ച ആളെ വാക്കടപാടൊക്കെ ആണെങ്കിൽ പൊരുത്തപ്പെടണം, ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലി ഉണ്ട്, ഓനോട് ചോദിച്ചണം എന്നാണ്. ഇപ്പം രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു, മുഹമ്മദ് അലി ഓൻ തരാനുള്ള കായ് തന്നാൽ മതി. ഇനിയാണ് അള്ളാഹ് വാപ്പാൻ്റെ പിന്നല്ലേ. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഓലെ കണ്ട് മരിച്ചാൽ നിൽക്കണ്ട, മുഹമ്മദ് അലിനെ കണ്ട് മരിച്ചാൽ നിൽക്കണ്ട, അവനാൻ തന്നെ ഒരുങ്ങിക്കോളി. പുറച്ചോനെ ഹക്കടപാടുകളൊക്കെ വീട്ടി സന്തോഷമുള്ള മരണം തരണേ അല്ലാ. മലക്കുൽ മൗത്ത് അസ്റായീൽ, മര്യാദക്ക് ചെല്ലിക്കൾ. ഇവിടെ എവിടെയെങ്കിലും നോക്കിക്കണുണ്ടോയെന്ന് അറിയില്ല, എല്ലാവരും പേര് ഒരുമാതിരി കരുതണ്ട. മലക്കുൽ മൗത്ത് അസ്റായീൽ,
ഒന്ന് ശ്രദ്ധിക്കണത് നല്ലത്. എല്ലാവരും നിങ്ങൾ ഒരേ മാതിരി കരുതിയാൽ പറ്റൂല. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കണതിൻ്റെ അടിയിൽ ഇപ്പോൾ ഒക്കെ അങ്ങനെ അത്തയ്യാത്തിൽ മരിച്ചു, മറ്റോ സുജൂദിൽ മരിച്ചു, മറ്റോ നിക്കരിച്ചാൻ പോകുമ്പോൾ മരിച്ചു, മറ്റോ വണ്ടി കയറാൻ വേണ്ടി കാലെടുത്ത് വെക്കുമ്പോൾ കാല് ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വീണ് മരിച്ച്, അങ്ങനെ മറ്റോ അങ്ങനെ ഓരോന്നിനും ചോറിൻ്റെ ഉരുളങ്ങനെ ഉരുട്ടി തൊള്ളി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മരിച്ച്. ഏതൊക്കെ മരണമാണ് നമ്മൾ കേൾക്കുന്നത്? കൂട്ട മരണം, ഒറ്റക്കുള്ള മരണം, അപ്രതീക്ഷിതമായിട്ട് മരണം. അല്ലാഹുവേ, മരണം സംഭവിക്കും. പക്ഷേ നല്ല മാസത്തിലും നല്ല ദിവസത്തിലും നല്ല സമയത്തും കടപാടുകളൊക്കെ വീട്ടി ഒതുവോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അപ്പോ മഹാന്മാരായ ആളുകൾ അനന്തരാവകാശികൾ, അമ്പിയാക്കളെ അനന്തരാവകാശികൾ ആലിമീങ്ങളാണ്. ആലിമീങ്ങളെ വിവിധ പാർട്ടികളുണ്ട്, വിവിധ വകുപ്പുണ്ട്. ആ വകുപ്പാണ് ഔലിയാക്കൾ, അതേപോലെ തന്നെ ആരിഫീങ്ങൾ, അങ്ങനെ പല വകുപ്പും. ആ വകുപ്പിൽ നിശ്ചയിക്കപ്പെടുന്ന മഹാന്മാർക്ക് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ സ്വീകരിച്ചും അനുസരിച്ചും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നും അങ്ങനെ ഒരു തൗഫീഖ് അവർക്ക് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ടോ, ആ ആളുകൾ ആ ചര്യയിൽ, ആ പാതയിൽ, ആ സബീലുൽ മുഅ്മിൻ എന്ന റൂട്ടിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവര് നിസ്കാരം നല്ല രീതിയിൽ, അവരെ നോമ്പ് നല്ല രീതിയിൽ, അവരുടെ സുന്നത്തുകൾ നല്ല അതിങ്ങനെ നിർവഹിച്ച് ഇങ്ങനെ വരുമ്പോൾ ആ പദവിയിൽ തന്നെ സഞ്ചരിക്കുന്ന സമയത്ത് കിതാബുകളിൽ കാണാൻ വേണ്ടി പറ്റും നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുഅ്മിനെയും അവനെ നിയന്ത്രിക്കുന്ന ഒരു കടിഞ്ഞാൻ അവന്റെ ശരീരത്തിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ കടിഞ്ഞാണത്തെ പറ്റി ഹദീസുകളുടെ ഭാഷ ഹകം എന്നാണ് നമുക്ക് കാണാൻ പറ്റും. നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർക്കും ശരീരത്തിൽ എന്തുണ്ട്? ഒരു ഹകമത്തുണ്ട്. എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ആദമിയിൻ ഇല്ലാ ഫീ റഅസിഹി ഹകമ. ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ അവനെ നിയന്ത്രിക്കുന്ന ആ ശരീരത്തിൽ എന്തുണ്ട്? ഒരു ഹകം, ഒരു കടിഞ്ഞാൺ. ഏതുപോലെ ഒരു കടിഞ്ഞാൺ എന്ന് പറഞ്ഞാൽ ഒരു കുതിര, അതിന്റെ ഓട്ടത്തെ നിയന്ത്രിക്കാൻ അതിനൊരു കടിഞ്ഞാൻ പിടിക്കും. ഒരു ഒട്ടകത്തിന് അതിനൊരു കടിഞ്ഞാൻ പിടിക്കും അല്ലേ? ഏതിനും. എങ്കിൽ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ കൊണ്ട് ഒരു കടിഞ്ഞാൻ, അല്ലാഹു റബ്ബി ബിയദി മലക്കിൻ, ആ കടിഞ്ഞാൻ പിടിക്കുന്നത് ഒരു മലക്കാണ്. ഫഇദാ തവാളഅ, ഒരു മുഅ്മിനായ മനുഷ്യൻ വളരെ താഴ്മയിലും വളരെ തവാളുഇലും അല്ലാഹുവിന് മുമ്പിലും അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് മുമ്പിലും വഴിപ്പെട്ടും ഭയപ്പെട്ടും അങ്ങനെ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂലു ലിൽ മലക്കി, ആ മലക്കിനോട് അല്ലാഹു തആല പറയും, ഇർഫഅ ഹകമതഹു, അയാളെ കടിഞ്ഞാൻ ഇനി നിങ്ങൾ പിടിക്കേണ്ടതില്ല. അയാൾ അല്ലാഹുവിന്റെ ഇസ്മത്തില്, അയാൾ അല്ലാഹുവിന്റെ ഹിഫ്ദിലേക്ക് വന്നിട്ടുണ്ട്. അയാളെ താഴ്മയിൽ, അയാളെ വണക്കത്തിൽ, അയാളെ ഇബാദത്തിൽ, അയാളെ കുടുംബജീവിതത്തിൽ, അയാളെ ഭാര്യയുമായി, ഭർത്താവുമായി, അയാളെ രക്തബന്ധവുമായി, വിവാഹബന്ധവുമായി, അയാളെ സമൂഹവുമായി, അയാളെ ജീവിതത്തിലെല്ലാം അദ്ദേഹം മാന്യമര്യാദയിലുള്ള ജീവിതങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ആയി അയാൾ ഉയർന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ അല്ലാഹു തആല മലക്കിന് ഓർഡർ കൊടുക്കുന്നു, ഇനി അദ്ദേഹത്തിന്റെ കടിഞ്ഞാൻ നിങ്ങൾ പിടിക്കേണ്ടതില്ല. ആ പദവിയിലേക്ക് അങ്ങോട്ട് ഉയരുമ്പോൾ ആ ആലിമ് വലിയ ഔലിയാന്റെ പദവിയിലേക്ക് ഉയരും. അല്ലാതെ 10 വിരലുകളും മോതിരം, വിവിധ കളറുകളുള്ള കുറച്ച് മേൽപ്പുതപ്പും അതൊക്കെ പാടം ഇട്ടുകാണ് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിന്നിട്ട് മമ്പർത്തേക്കാണ് പോകാതെ പാലത്തിൻ്റെ അക്കരം തന്നെ ഒരു സലാം ചൊല്ലിന് പോകുന്നതുകൊണ്ടൊന്നും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വലിയാണ് എന്ന് ആരും മനസ്സിലാക്കണ്ട. ഞാൻ ഇവരൊക്കെ എല്ലാവരും കൂടി ആക്ഷേപിച്ച് പറയാൻ വേണ്ടി വന്നതല്ല. പക്ഷേ മഹാന്മാർ ലോകത്ത് ധാരാളമുണ്ട്. റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളിൽ ഏറ്റവും മഹാനാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ 2 പ്രാവശ്യമായി ഹറമൈനി ഷരീഫൈനിൽ ഉസ്താദിൻ്റെ കൂടെ ഒരു പ്രാവശ്യം 40 ദിവസവും ഒരു ദിവസം 33 ദിവസവും മൂപ്പരെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംഘടനയുടെ ഹജ്ജ് സംഘത്തിന് ചീഫ് അമീറായിട്ട് മൂപ്പരും കൂടെ ഖാദിമായിട്ട് ഞാനും. ഹറമിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിനിങ്ങനെ കാണണം. എന്താണ് അവിടുത്തെ ഒരവസ്ഥ? യാ റബ്ബ് യാ റബ്ബ്.
അറഫയിൽ നിന്ന് മിനായിലേക്ക് കല്ലെറിയാൻ പോകാൻ, അറഫയിൽ നിന്ന് മിനായിലേക്ക് നടക്കാനാണ് ഉസ്താദിന് ഇഷ്ടം. ഇപ്പോഴും നമ്മൾ നടക്കല്ലേ എന്ന് ചോദിച്ചു അറഫയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എന്നോട്. നമ്മൾ നടക്കല്ലേ ആര്? സുലൈമാ ഉസ്താദി. ഉസ്താദേ, നമ്മളെ കൂടെ കുറേ ആജയന്മാരില്ലേ, ഇവരൊക്കെ നടക്കാൻ വയ്ക്കാത്തവര്. എന്താ ഇപ്പം ചെയ്യുക? നിങ്ങൾ പറയണ മാതിരി ചെയ്യാന്നാലും ഇഷ്ടം ഉണ്ടായിട്ടല്ല, നടക്കാനാ ഇഷ്ടം. അങ്ങനെ പോന്ന് മുസ്ദലിഫയിൽ വന്ന്, മുസ്ദലിഫയിൽ ബസ് നിർത്തിയിട്ട് ബസ്സുകാരൻ പോയി. അപ്പം മൂപ്പര് അൽഹംദുലില്ലാ. ബാക്കിയൊക്കെ എല്ലാവരും ബസ്സുകാരൻ പോയി ഇഞ്ഞെന്താ കേട്ടോ, ആര്? നല്ല നല്ല യുവാക്കൾ. ബസ്സുകാരൻ പോയി ഇഞ്ഞെന്താ കേട്ടോ ഉസ്താദ്, അൽഹംദുലില്ലാ. ഉസ്താദിനപ്പം നടക്കണം. പിന്നെ ഞങ്ങൾ മുസ്ദലിഫയിൽ താമസിച്ച് അവിടെ കുറച്ച് ഉറങ്ങി കല്ലൊക്കെ പൊറുക്കി റെഡി ആയിട്ട് നടക്കാനാണ് ഒരുങ്ങി വെക്കുമ്പോൾ എന്താ ഉസ്താദിന്റെ ഉഷാറ്. നടക്കാനാണ് ഒരുങ്ങി വെക്കുമ്പോൾ യാ റബ്ബ് ലബ്ബൈക്കും ചൊല്ലിയിട്ട് ഇങ്ങനെ നടന്നിട്ട് അപ്പോഴല്ലേ മൂപ്പരെ കാണേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇൽമാണ് ഏറ്റവും വലിയ ഇബാദത്ത്. ഏതാണ്? ഇൽമുമായി. അവസാനം മരിക്കാൻ പോണ ആളോട് നീ ഇൽമുമായി ബന്ധപ്പെട്ടോ. റഈസുൽ ഉലമയുടെ ഒരു പ്രത്യേകത, ദർസ് നടത്താത്ത ഒരു ദിവസം ബഹുമാനപ്പെട്ടവർക്ക് ഇപ്പൊ ഇല്ല. എല്ലാ ഉസ്താദന്മാരും വ്യാഴാഴ്ച ഉച്ച തിരിഞ്ഞാൽ പിന്നെ ദർസില്ല അല്ലേ? റഈസുൽ ഉലമ ഇഹ്യാഉസ്സുന്നയിൽ ഉച്ച വരെ ദർസ് നടത്തി, അസറാവോളം ചെറുങ്ങനെ ഒന്ന് വിശ്രമിച്ച് എല്ലാ വ്യാഴാഴ്ചയും അസർക്ക് ഇവിടെ കൊണ്ടൂർ ഉസ്താദിന്റെ മക്കാമിനെത്തും. അവിടെ ബുഖാരി ദർസാണ്. വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ അല്ലെങ്കിൽ മഫ്രഹ് സ്ഥാപനത്തിൽ അവിടെ ദർസാണ്. ആഴ്ചയിൽ ഒരു ദിവസം ദർസ് നടത്താത്ത ദിവസം ഉസ്താദിനില്ല. ഇങ്ങനത്തെ ഒരു മഹാൻ ആരാണ് ഇവിടെ ജീവിച്ചിരിപ്പുള്ളത്? അള്ളാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്. നമ്മളൊക്കെ ആരുടെ പിന്നിലാണ് അണിനിരന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം നമ്മൾ.